മണ്ഡലം ചുറ്റും മഹിളകൾ ഇന്ന് എൻ്റെ നാട്ടിലാണ്, പയ്യന്നൂരിലാണ് എത്തിയിട്ടുള്ളത്. സ്ത്രീ സുരക്ഷയും സ്ത്രീകളുടെ സ്വയം പര്യാപ്തതയും തെരഞ്ഞെടുപ്പിൽ വനിതാ വോട്ടേഴ്സിനെ സ്വാധീനിക്കുന്ന വിഷയങ്ങളാണെന്ന് പയ്യന്നൂരിലെ ഹരിതകർമ്മസേന കുടുംബശ്രീ പ്രവർത്തകർ പറയുന്നു. പയ്യന്നൂർ മണ്ഡലത്തിൽ നിന്ന് മണ്ഡലം ചുറ്റും മഹിളകളിൽ അനുജ രാജേഷും സ്മിത ഹരിദാസും തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നമ്മൾ പയ്യന്നൂർ നഗരസഭയിലെ ഹരിതകർമ്മസേന അംഗങ്ങളുടെ കൂടെ അതോടൊപ്പം തന്നെ കുടുംബശ്രീ അംഗങ്ങളും ഉണ്ട്. അപ്പോൾ അവരോട് നമുക്ക് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ചോദിക്കാം. നമ്മുടെ മണ്ഡലം ചുറ്റും മഹിളകൾ എന്നാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ പേര് തന്നെ. നമസ്കാരം. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാനാണ് നമ്മൾ വന്നത്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാം നല്ലതായിരിക്കുന്നു. ഇപ്പൊ നമ്മളെ പിണറായി സർക്കാർ വന്നപ്പിന നമ്മളെ ഇപ്പം ഈ ഹരിതകർമ്മസേന മുന്നോട്ട് നയിച്ചിട്ട് തന്നെ ഉള്ളത്. ഇനിയും നയിക്കണം എന്നാ പറയാനുള്ളത്. നല്ല രീതിയിൽ നമ്മളെ കൊണ്ടുപോകണം മുന്നോട്ടേക്ക്. നിങ്ങളെ ശരിക്കും കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. കാരണം നമ്മൾ ഈ വളരെ ക്ലീൻ ആയിട്ട് എല്ലായിടവും സൂക്ഷിക്കുന്നു എന്നുള്ളത് അല്ലേ, അതൊരു വലിയൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ആ രീതിയിലുള്ള പ്രതികരണങ്ങളാണോ നിങ്ങൾക്ക് കിട്ടാറ് ജനങ്ങളിൽ നിന്ന്? നല്ല പ്രതികരണം തന്നെയാണ്. മുമ്പത്തെ പോലെയല്ല, എല്ലാവരും നല്ല സഹകരണം തന്നെയാണ് ലഭിക്കുന്നത്. സ്ത്രീകളുടെ ഒക്കെ ഒരു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഒരു 10 വർഷത്തെ അവസ്ഥ നോക്കിയാൽ മാറ്റമുണ്ട്, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? തീർച്ചയായും നല്ല മാറ്റം തന്നെയല്ലത്. നമ്മിപ്പം ഈ സർക്കാർ വന്നപ്പിന്നെയാണ് കുടുംബശ്രീ തന്നെ നിലവിൽ വന്നു. അപ്പൊ അതിൽ കൂടെയാണ് നമ്മിപ്പോ ഈ ഒരു ഹരിതകർമ്മസേന എന്ന യൂണിറ്റ് ഇപ്പൊ വന്നിട്ടുള്ളത്. പിന്നെ നമ്മളിപ്പോ ഈ കുടുംബശ്രീന്റെ ആയാലും എല്ലാം നല്ലതിലും ഈ സർക്കാർ വന്ന പിന്നെ തന്നെയാണ് ഇത് മുന്നോട്ട് വന്നിട്ടുള്ളത് തന്നെ. ഇപ്പൊ കൂടുതലും വനിതകളും മുന്നോട്ട് ഇറങ്ങിയിട്ടും ഉണ്ട്. നമ്മളിപ്പോൾ 2017 ഇത് തുടങ്ങിയത്. 2017 മുതലേ ഞാൻ ഇടയുണ്ട്. ഇപ്പം 10 വർഷം, അടുത്ത വർഷമാകുമ്പോൾ 10 വർഷമാവും. കാരണം നമ്മൾ 3000 രൂപയ്ക്ക് സ്റ്റാർട്ടിങ് തുടങ്ങിയതാണ് നമുക്കൊരു സാലറി. അന്നേരം ഒന്നും ഉണ്ടായിട്ട് എല്ലാ വീടുകളിലും നമ്മളെ മോശം രീതിയിലാണ് നമ്മളെ വിലയിരുത്തിയത്. ഇപ്പം എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങോട്ട് വിളിച്ചിട്ട് പ്ലാസ്റ്റിക് എടുക്കും. നമ്മളെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നുണ്ട്. നമ്മളെ ഹരിതകർമ്മസേന നമ്മളിപ്പോൾ നാടിൻ്റെ ഒരു മുത്തന്നെയാണ്. അന്തസ്സോടെ ജീവിക്കാൻ പറ്റുന്നുണ്ട്. അന്തസ്സോടെ ജീവിക്കാൻ പറ്റുന്നുണ്ട്. 1 ഉറുപ്പ്യ നമുക്ക് ഒരാളോട് കടം മേടിക്കാണ്ട് നമുക്ക് ഇല്ല വരുമാനത്തോട് നമുക്ക് എല്ലാം കൂടി ചെയ്യാനാവുന്നുണ്ട്. കുടുംബശ്രീ, അതെ, കുടുംബശ്രീയുടെ ഒരു ക്യാൻറ്റീൻ കൂടിയാണ് ഇതല്ലേ? കുടുംബശ്രീ കിയോക്സ്, മാർക്കറ്റിംഗ് കിയോക്സ് ആണ് പയ്യന്നൂർ നഗരസഭയുടെ കീഴിലുള്ളത്. എത്ര കാലമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്? നമ്മൾ ഇവിടെ തുടങ്ങിയിട്ട് 3 വർഷമായി. ഇവിടെ വന്നിട്ട് ഇത്രയും നല്ലൊരു സന്തോഷത്തിൽ നമ്മളിങ്ങനെ എന്നാ പറയേണ്ടത്, നമ്മളെ ഒരു വരുമാനം വീട്ടിൽ കൊണ്ട് കൊടുക്കാൻ പറ്റിയത് നമ്മുടെ ഈ സർക്കാരിൻ്റെ മാത്രം കഴിവുകൊണ്ടാണെന്ന് പറയാം. പിന്നെ ഇനിയും തുടർഭരണം നമുക്ക് തന്നെ കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹത്തിനാണ്. പയ്യന്നൂർ നമ്മളെ മധുവട്ടം തന്നെ വൻ ഭൂരിപക്ഷത്തെ വിജയിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. പിന്നെ ഈ പയ്യന്നൂരിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അപ്പുറത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥിയും നമുക്ക് സുപരിചിതനാണ്, ഒരുപാട് സ്നേഹത്തോടെ കണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ അവിടെ വരുമ്പോൾ നിങ്ങൾ എന്താണ് തീരുമാനിക്കുക? നിങ്ങളുടെ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ അത്തരം പ്രശ്നങ്ങൾ നിങ്ങൾ ഒരിക്കലുമില്ല. കാരണം മധുവേട്ടൻ എന്ന വ്യക്തിയെക്കുറിച്ച് നമുക്ക് അറിയാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷമായി. പക്ഷേ ഈ കുഞ്ഞിഷ്ണാട്ടൻ നമ്മളെ ഈ പാർട്ടിയിൽ നിന്നുകൊണ്ട് തന്നെ വേറൊരു പാർട്ടിയിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് അതിനോട് ഒരു ന്യായീകരണമില്ല. ഞാൻ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിയാണ്. കാരണം ആ ഒരു വീട് നമുക്ക് തന്നത് നമ്മളെ സർക്കാരാണ്. പിന്നെ സ്ത്രീ സുരക്ഷ, പിന്നെ ക്ഷേമ പെൻഷൻ, എൻ്റെ അമ്മ വിധവയാണ്. അങ്ങനെ ഒരുപാട് ആനുകൂല്യങ്ങൾ നമ്മളെ സർക്കാർ നമുക്ക് ലഭിക്കുന്നുണ്ട്. കോൺഗ്രസ്സുകാർ വെച്ചിട്ട് പോയ പെൻഷനല്ല ഇന്ന് നമ്മളെ സർക്കാർ കൊടുക്കുന്നത്. അതുകൊണ്ട് അവർ 3000 വാഗ്ദാനം ചെയ്താലും നമുക്ക് വേണ്ട, നമുക്ക് നമ്മുടെ LDF തന്നെ വീണ്ടും വന്നാൽ മതി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.